എനിക്ക് അറിയില്ല, അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുക. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക. പക്ഷെ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫ് അലിയുടെ കൈ തട്ട് മാറ്റിയോ അല്ലെങ്കിൽ ആസിഫ് അലി എൻ്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ആസിഫ് അലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ ആം സോ സോറി. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഒരാളെയും ഞാൻ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ആസിഫ് അലിയാണ് തരുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അനൗൺസ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് ആ ഒരു ഏരിയയിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും പറയാം, ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു. ആ സൗണ്ടിങ്ങിൻ്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആസിഫ് അലി, ഞാൻ സ്റ്റേജിലല്ല കയറിയത്, ഞാൻ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു, തരുന്നു. പിന്നെ ആസിഫ് അലിയെ അവിടെ കുറച്ച് കാണുന്നില്ല. പിന്നെ അപ്പം തന്നെ അങ്ങ് മറഞ്ഞു ആസിഫ് അലി. അതെ, ജയരാജ് എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്. അദ്ദേഹമാണ് എന്നെ ഈ സിനിമയ്ക്ക് ചെയ്യാൻ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം മറന്നതാണോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ആ സമയത്ത് തന്നെ വിളിക്കേണ്ടതായിരുന്നു. കാരണം ബാക്കിയെല്ലാ മ്യൂസിക് കമ്പോസേഴ്സിനെ വിളിച്ചപ്പോൾ എന്നെ മറന്നുപോയി, എന്തൊന്നറിയത്തില്ല. അതിനോട് അല്ലല്ല, ജയരാജു ആ വേദിയിൽ വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഐ ആം സോ സോറി. പിന്നെ ആസിഫിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അത് ഞാൻ പറയാം. ആസിഫിൻ്റെ അഭിനയം എനിക്ക് ഏറെ ഇഷ്ടമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഒരാളെ, ഒരു ആർട്ടിസ്റ്റിനെ, ഒരു മനുഷ്യനെ അപമാനിക്കാൻ ഒരിക്കലും എനിക്ക് മനസ്സിൽ പറ്റില്ല. അത്രയേ ഉള്ളൂ. ഐ ആം സോ സോറി. അത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സോറി, ഐ ആം സോ സോറി. എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഐ ആം സോ സോറി.